ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങളിലൂടെയാണല്ലേ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സഹോദരങ്ങൾ നമ്മളടുത്ത് നഷ്ടപ്പെട്ടു. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. നമുക്കും കുറെ നഷ്ടങ്ങളൊക്കെ വന്നു കേട്ടോ. പക്ഷെ വയനാട്ടിലൊക്കെ ഉണ്ടായ അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളതൊന്നും ഒരു നഷ്ടങ്ങളേ എല്ലാം തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് വിഷമിപ്പിക്കുന്ന അവസ്ഥകളല്ലേ അവിടെ നടന്നത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ ഇന്നത്തെ വീഡിയോ റെഡ് പിനാക്കിയോ എന്ന റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഈ പേര് പോലെ തന്നെ നല്ല അടിപൊളി റോസാണ് റെഡ് പിനാക്കിയോ റോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റോസാണ്. നമ്മുടെ ഗാർഡനിൽ ഇത് വളർത്താന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് വളർത്താൻ പറ്റുന്ന റോസാണ്. നിറച്ചു പൂക്കൾ ഉണ്ടാവുന്ന റോസാണ് കേട്ടോ ഇത്. റെഡ് പിനാക്കിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുള്ളുകളുടെ റാണി എന്നാണ് കേട്ടോ റെഡ് പിനാക്കിയോ അറിയപ്പെടുന്നത്. കാരണം ഈ ചെടി ഫുള്ള് മുള്ളുകളാണ് കേട്ടോ, ചെറിയ ചെറിയ മുള്ളുകളാണ്. അതുകൊണ്ടാണ് മുള്ളുകളുടെ റാണി എന്നറിയപ്പെടുന്നത്. പക്ഷെ ഈ ചെടിയുടെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഈ മുള്ളൊന്നും ഒരു പ്രശ്നമല്ലാന്ന് തോന്നും. അത്ര ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും. ബെഞ്ച് പൂക്കളായിട്ടാണ്, നല്ല ബെഞ്ചായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. നല്ലൊരു കളറാണ്, നല്ല ബ്ലഡ് റെഡ് കളറാണ്. ഇതിന്റെ പൂക്കളുടെ കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ റെഡ് ആണ്. എന്ത് കളറാ പറയേണ്ടെന്ന് അറിയില്ല, വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരിക്കും നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത്ര ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതിന് നല്ല കളറുള്ള പൂക്കളാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഇലകൾക്കും നല്ലൊരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ ഇതിന്റെ ഇലകൾക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റെഡ് പിനാക്കിയോ ചെടികൾ എവിടെ കണ്ടാലും പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഓരോ പ്രത്യേകതകളും എടുത്തു പറയുന്നത്. പിന്നെ ഈ പൂവിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ സെന്ററിൽ കണ്ടോ ഒരു യെല്ലോ കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവ് വിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലുള്ള യെല്ലോ കളർ വരെ എടുത്തു കാണിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇതിന്റെ പൂക്കൾ വിരിയുന്നത്. നമുക്കിത് ചട്ടിയിൽ നട്ടുകൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നിലത്ത് നട്ടുകൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സാധാ നാടൻ റോസുകളെ പോലെ കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. പക്ഷെ ഈ റെഡ് പിനാക്കിയോ നാടനല്ല കേട്ടോ, ബഡാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് റെഡ് പിനാക്കിയോട് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നല്ല വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. നിറയെ പൂക്കളും ബഡ്സുകളും ഒക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവരും കാണാന്നല്ലാണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏത് സീസണിലും പൂക്കൾ ഉണ്ടാവുന്ന റോസാണ് കേട്ടോ ഇത്. നല്ല കുലകുലയായിട്ട് ഏത് സീസണിലും പൂക്കൾ ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു റോസാണ് കേട്ടോ ഇത്. അധികം കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അധികം കെയറിംഗ് ഇതിന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചെടി എന്തായാലും നാശമായി പോകും. അതുകൊണ്ട് ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന്. പൂക്കൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാസത്തിൽ 1-2 പ്രാവശ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് എല്ലുപൊടി ഇടയ്ക്കെപ്പോഴെങ്കിലും ഇട്ട് കൊടുത്താൽ ചെടി നന്നായിട്ട് വളർന്നോളും, നന്നായി പൂക്കളും ഉണ്ടാവും. രാസവളങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട്. ജൈവവളങ്ങൾ തന്നെ കൊടുത്താൽ മതി. ഈ വീഡിയോസിലുള്ള സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അപ്പൊ ഇനി വാട്സപ്പിൽ വന്നിട്ട് ഇതിന്റെ ഫുൾ ഫോട്ടോ അയച്ചു പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീഡിയോയിൽ തന്നെ ഇതിന്റെ ഫുൾ സൈസിലുള്ള വീഡിയോ ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ റോസാപ്രേമികൾ എന്തായാലും ഈ റോസ് ഒഴിവാക്കരുത് കേട്ടോ. നല്ല വെൽവെറ്റ് ടെക്സ്ചറുള്ള പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റോസാണ്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.